അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹധനരായ പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീന് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരുമിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത്തരം ഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു ദിവസം 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നിർബന്ധ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. 3 വിഭാഗം ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. 1 അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ, 2 അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ, 3 വഴികേടിൽ ആയ ആളുകൾ. സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖസ്സംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. സൂറത്തുൽ ഫാത്തിഹയെ എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ 2ആയി പകുത്തിരിക്കുന്നു. ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഹമ്മദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അടിമ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അടിമ പറയുമ്പോൾ അള്ളാഹ് പറയും, ഇതാണ് എൻ്റെയും അവൻ്റെയും ഇടയിലുള്ള കരാറ്. ഇനി എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിപ്പിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ഒരു ദിവസം 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മളിത് ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ അതിനുള്ള അവസരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുറൂസുകളിലൂടെ നമുക്ക് നൽകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ ആരാണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. നബിമാരാണവർ, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ,
സ്വാലിഹീങ്ങൾ എന്ന 4 വിഭാഗം ആളുകളെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവരായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ 4 വിഭാഗത്തിൻ്റെയും പ്രത്യേകത എന്താണ്? നബിമാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി പ്രവാചക പരമ്പര അത് അവസാനിച്ചു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മാത്രവുമല്ല, ഒരാൾക്കും തൻ്റെ അമല് കൊണ്ട് നബിയാകുവാൻ സാധിക്കുകയില്ല, നുബൂവത്ത് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നതും നമുക്കറിയാം. പിന്നീട് നബിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ എന്താണ് നബിമാർക്കുള്ള വിശേഷണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിലേറ്റവും പ്രധാനമായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് ഹുദയും ദീനുൽ ഹക്കുമായിട്ടാണ്. അൽ ഹുദ അഥവാ അൽ ഇൽമുൻ നാഫിഅ. ഇൽമുൻ നാഫിഅ, അതിനാണ് ഹുദ എന്ന് പറയുന്നത്, ഉപകാരപ്രദമായ അറിവ്. വദീനുൽ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അൽ അമലു സാലിഹ്, സൽക്കർമ്മങ്ങളുമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചത് നാഫിആയ ഇൽമു കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അറിവും തിരുസുന്നത്തിൻ്റെ അറിവുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അറിവ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ് സ്വാഭാവികമായി കൊണ്ടും നബിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഒരു അർത്ഥം വരുന്നത്. കാരണം അറിവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആ അറിവ് നേടുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ യുരിദിനില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല ആർക്കെങ്കിലും ഖൈറു ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മതത്തിൽ അവനെ അവഗാഹതയുള്ള ആളാക്കി തീർക്കുമെന്നാണ്. ഉലമാക്കളെക്കുറിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളെന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അറിവ് സിദ്ധിക്കുവാനും ആർജിക്കുവാനും ആവശ്യമുള്ള എല്ലാ വഴികളും തിരഞ്ഞെടുക്കേണ്ടവരാണ് എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അമല് സ്വാലിഹി എന്ന് പറയുമ്പോൾ ഒരു അമല് സ്വാലിഹായി തീരണമെങ്കിൽ, നമുക്കറിയാം വിശ്വാസി ചെയ്യുന്ന ഒരു അമല് സ്വാലിഹായി തീരണമെങ്കിൽ പ്രധാനമായും അതിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, അത് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാകണം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടാകണം ആ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണമെങ്കിൽ നബി പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയൽ അവിടെയും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും വിഷയത്തിൽ തനിക്ക് വർധനവ് വേണമെന്ന് ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അറിവിൻ്റെ വിഷയത്തിലാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഖുർ റബ്ബി സിദ്നി ഇൽമ. വക്കുൽ, നബിയെ അങ്ങ് പറയുക, റബ്ബി സിദ്നി ഇൽമ, എൻ്റെ റബ്ബേ നീ എനിക്ക് അറിവിനെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അങ്ങ് പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അഥവാ സിയാദത്ത്, വർധനവ്, അത് ചോദിക്കാൻ ആവശ്യപ്പെട്ടത് അറിവിൻ്റെ വിഷയത്തിലാണ്. മാത്രവുമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ആയത്തു തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ അറിവ് നേടുന്നതിൻ്റെ മഹത്വം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുന്നത് അസ്സുദ്ദീഖീൻ. സുദ്ദീഖീങ്ങളുടെ പ്രത്യേകത എന്താണ്? പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ യാതൊരു വ്യത്യാസവുമില്ലാതെ അവർ പറഞ്ഞത് അതുപോലെ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തുന്നവരാണ്. ഒരാൾ സുദ്ദീഖാകണമെങ്കിലും അത്തരം ഘട്ടത്തിൽ അറിവ് നേടുക എന്നത് അനിവാര്യമാണ്. മൂന്നാമത്തത് ശുഹദാക്കളെക്കുറിച്ചാണ് പറഞ്ഞത്. ശുഹദാക്കളുടെ വിഷയത്തിൽ 2 വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വ്യാഖ്യാനം, ശുഹദാക്കളെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ, അറിവുള്ളവരെന്നാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഷഹിദല്ലാ, അള്ളാഹു സുബ്ഹാനഹു തആല സാക്ഷിയാണ് എന്നാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷിയാണ്. ഷഹിദല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക വ ഉലിൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് എന്നാണ് പറഞ്ഞത്. അഥവാ അള്ളാഹു ഷഹീദാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, മലക്കുകളും സാക്ഷികളാണ്, മാത്രവുമല്ല ഉലുൽ ഇൽമ് അതുപോലെ തന്നെ അറിവുള്ളവരും അതിന് സാക്ഷികളാണ് എന്നാണ്. ഖായിമൻ ബിൽ ഖിസ്ത് നീതിയുക്തമായി കൊണ്ട് നിലകൊള്ളുന്ന പണ്ഡിതന്മാരും അതിന് സാക്ഷിയാണെന്ന് പറയുമ്പോൾ ആ ഷഹാദത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ കെലിമത്ത് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ ആ യുദ്ധത്തിൽ രക്തസാക്ഷ്യം വഹിക്കുന്ന ആളുകൾ അവരാണ് ഷഹീദുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് വിഭാഗം കഴിഞ്ഞ് നാലാമത്തെ വിഭാഗത്തെ പറയുമ്പോഴും സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ ഒരാൾ സ്വാലിഹായി തീരണമെങ്കിൽ സ്വാലിഹായ കർമ്മങ്ങളിലൂടെ മാത്രമാണ് അത് സ്വാലിഹായി തീരുവാൻ സാധിക്കുകയുള്ളൂ. സ്വാലിഹായ കർമ്മങ്ങൾ ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അറിവ് അനിവാര്യമാണ് എന്നതാണ്. അപ്പോൾ ഇവിടെ അറിവ് നേടിയവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചവർ എന്ന് പറയുമ്പോൾ തന്നെ ആ അറിവിലൂടെ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അവിടെയാണ് അള്ളാഹു പറയുന്നത് കാണാം, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഖുശൂ ഉള്ള, ഖശിയത്തുള്ള, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക, ക്രമീകരിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഒരു അറിവ് നേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്നാമതായി കൊണ്ടുണ്ടായിരിക്കേണ്ട വിശേഷണമെന്ന് പറയുന്നത്, നിബന്ധന എന്ന് പറയുന്നത്, അവൻ അറിവ് നേടേണ്ടത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണമെന്നതാണ്. ഒരാളുടെയും മുമ്പിൽ താൻ ആലിമാണെന്ന് പറയുവാനോ ആലിമീങ്ങളുടെ മുമ്പിൽ തർക്കിക്കുവാനോ അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ മുമ്പിൽ മസ്അലകൾ പറഞ്ഞ് അവരെ കുഴപ്പത്തിലാക്കുവാനോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല അടിമയായി തീരണം ഞാൻ എന്ന ലക്ഷ്യമാകണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഇൽമ് നേടേണ്ടത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും തന്നെ റിയാ ഇൽമ് നേടുന്ന രംഗത്ത് കടന്നു വരാൻ പാടില്ല എന്നതാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മൾ അറിവുള്ളവരായി അതുപോലെ തന്നെ കാര്യങ്ങൾ പഠിച്ചവരായും മനസ്സിലാക്കിയവരായുമൊക്കെ മാറുന്ന ഘട്ടത്തിൽ പല രൂപത്തിലുമുള്ള ആഫത്തുകൾ, കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അത്തരത്തിലുള്ള കുഴപ്പങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റിയാ വരിക, അതുപോലെ തന്നെ സുംഅത്ത് അഥവാ ആളുകളുടെ ഇടയിൽ നിന്ന് നല്ലത് കേൾക്കുക, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ. നാളെ പരലോകത്ത് 3 ആളുകളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരാളെക്കുറിച്ച് പറഞ്ഞത് ഒരു ആലിമിനെ കുറിച്ചാണ്. ആ ആലിമിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ ധാരാളം ആളുകൾക്ക് ഇൽമ് നൽകിയ ആളാണ്, അതുപോലെ തന്നെ അറിവ് നൽകി അവരെ അറിവിൻ്റെ പാതയിലേക്ക് നയിച്ചയാളാണ്. പക്ഷേ അദ്ദേഹം ആലിമാണെന്ന് അറിയപ്പെടുവാൻ വേണ്ടിയായിരുന്നു ആ പണിയെടുത്തിരുന്നത് എന്നതുകൊണ്ട് തന്നെ അയാൾ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഇഖ്ലാസിൽ യാതൊരു ഭംഗവും വരുന്നില്ല എന്നത് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഇനി രണ്ടാമത് ഇൽമ് നേടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുണ്ടാകേണ്ടത്, ആ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അൽ അമലു ബിഹി അഥവാ അൽ അമലു ബിൽ ഇൽമി, ആ ഇൽമ് കൊണ്ട് അമല് ചെയ്യുക എന്നതാണ്. സമറത്തുൽ ഇൽമി അൽ അമലു എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇൽമിൻ്റെ സമറത്ത് അമലാണ്. ഇൽമിൻ്റെ സമറത്ത് അഥവാ ഇൽമിൻ്റെ പഴമെന്ന് പറയുന്നത് അമലാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാകുക എന്നതാണ്. നമുക്കറിയാം മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉസൂലു സലാസ അത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നത് കാണാൻ കഴിയും, യജിബു അലൈന തഅല്ലുമു അർബഇ മസായില, 4 കാര്യങ്ങൾ പഠിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നാണ്. അതിലൊന്നാമത് പറഞ്ഞത് അൽ ഇൽമു, അറിവ് നേടുക എന്നതാണ്. രണ്ടാമത്തത് വൽ അമലു ബിഹി എന്നാണ്. ആ അറിവിനെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. തൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാകണം. ഒരിക്കലും തന്നെ പഠിച്ച അമലുകളെ ജീവിതത്തിൽ പകർത്താതെ പോകുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരം ആളുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയ മഗ്ദൂബ് എന്ന് പറയുന്ന വിഭാഗം, അഥവാ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ വിഭാഗം.
അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അറിവ് നമുക്ക് ലഭിച്ചപ്പോൾ ആ അറിവിനുള്ള ശുക്ർ, നന്ദി എന്നുള്ള നിലയ്ക്ക് ആ അറിവിനെ ജീവിതത്തിൽ പകർത്താതെ പോയി കഴിഞ്ഞാൽ അത്തരം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയത് ഹിമാർ എന്നുള്ള അർത്ഥത്തിലാണ്, കഴുതകൾ എന്ന രൂപത്തിലാണ്. നമുക്കറിയാം, മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, തൗറാത്തിനെ വഹിപ്പിച്ച ആളുകളുടെ ഉപമ എന്ന് പറയുന്നത് സുമ്മ ലം യഹ്മിലൂഹ, എന്നാൽ അവർക്കത് ശാസനകളും അതുപോലെ തന്നെ നിയമങ്ങളുമായി നൽകിയപ്പോൾ, പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരത് വഹിക്കാൻ തയ്യാറായില്ല, അതവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തയ്യാറായില്ല. അവരുടെ ഉപമ കമസലിൽ ഹിമാർ, ഹിമാറുകളെപ്പോലെയാണ്, കഴുതകളെപ്പോലെയാണ്. എങ്ങനെയാണ് ആ ഹിമാറിൻ്റെ പ്രത്യേകത? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെന്നാണ് പറഞ്ഞത്. എത്ര മോശപ്പെട്ടൊരു ഉപമയാണ് അല്ലാഹു അത്തരം ആളുകളെക്കുറിച്ച് പറഞ്ഞത്. അഥവാ അറിവുണ്ടായിട്ട് ആ അറിവ് ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുന്നവൻ ഗ്രന്ഥം ചുമക്കുന്ന കഴുതയാണെന്ന് പറയുമ്പോൾ എത്ര മൂല്യവത്തായ ഗ്രന്ഥമാണ് കഴുതപ്പുറത്തുള്ളത് എങ്കിലും കഴുതയ്ക്ക് അതിനെക്കുറിച്ചൊന്നും തന്നെ മനസ്സിലാകുന്നില്ല, അറിയുന്നില്ല എന്നതൊരു വാസ്തവമാണല്ലോ. അതിൻ്റെ വിലയും അതുപോലെ തന്നെ അതിൻ്റെ മഹത്വവും ഒന്നും തന്നെ ആ കഴുതയെ സംബന്ധിച്ചിടത്തോളം അറിയുകയില്ല എന്നതുപോലെയായിരിക്കും ഈ മഹത്തായ അനുഗ്രഹം ലഭിച്ചതിനു ശേഷവും ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുന്നവൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അത്തരം ആളുകളെ തൊട്ട് നമ്മെ എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൽമ് നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ഗുണമാണ് ഇഅ്തിനാമിൽ ഔഖാത്ത്, അവരുടെ സമയത്തെ സമ്പന്നമാക്കുക. സമയം വെറുതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും കളഞ്ഞ് മുടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൽമ് നേടുക എന്നത് ഒരിക്കലും സാധ്യമാവുകയില്ല. ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായി കേൾക്കുക, കേൾക്കുന്ന ക്ലാസ്സുകളെ നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. ആ രേഖപ്പെടുത്തി വെച്ചതിൽ നമുക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ ക്ലാസ് എടുത്ത ഉസ്താദുമായി കൊണ്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ വിഷയം തീർത്തു തരാൻ കഴിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും അത് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ മത്തിനുകൾ അത് മനഃപ്പാടമാക്കുന്ന രീതിയുണ്ടാകുക. നമുക്കറിയാം, ഒരു ആലിമുർ റബ്ബാനി എന്ന രൂപത്തിലേക്ക് മാറണമെങ്കിൽ മുൻഗാമികളായ സലഫുകളായ പണ്ഡിതന്മാർ അവർ രചിച്ചതായ അഖീദയിലും ഫിഖ്ഹിലും അതുപോലെ തന്നെ മറ്റു ഫന്നുകളിലുമൊക്കെയുള്ള ചെറിയ ചെറിയ കുത്തൈബാത്തുകൾ, ചെറിയ ചെറിയ മുത്തൂനുകൾ അതുപോലെ മനഃപ്പാടമാക്കുന്ന അവസ്ഥയുണ്ടാകുക. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് എത്ര കണ്ട് മനഃപ്പാടമാക്കുവാൻ സാധിക്കുമോ ആ മനഃപ്പാടം നമ്മൾ വർദ്ധിപ്പിക്കുക. അതിനായിരിക്കണം നമ്മുടെ ഒഴിവു സമയങ്ങളെ മുഴുവനും നമ്മൾ ചെലവഴിക്കേണ്ടത് എന്നതാണ്. അതുപോലെ തന്നെ ഒരിക്കലും തന്നെ ഇതൊരു പ്രയാസമായ കാര്യമാണ്, അതുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. തുടക്കത്തിൽ ഒരാവേശത്തിന് നമ്മളൊക്കെ ഇതിൽ ഭാഗവാക്കായി പിന്നീട് 1-2 ക്ലാസ്സുകൾ കേട്ട് അതിൻ്റേതായ രൂപത്തിലുള്ള വർക്കുകളും മറ്റുമൊക്കെ ലഭിക്കുമ്പോൾ അത് ചെയ്യാതെ അതൊരു പ്രയാസമാണെന്ന് വിചാരിച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളുടെ പോലും ദലീലുകളില്ല എങ്കിൽ അവിടെയാണ് മൂന്നാമത്തെ വിഭാഗം കടന്നു വരുന്നത്. വഴിപിഴച്ചവർ. അവർ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊന്നും അതൊന്നൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. പലപ്പോഴും അതൊക്കെ വല്ല തഖ്ലീദോ അതല്ലെങ്കിൽ തൻ്റെ മുൻഗാമികളായ ആളുകൾ അങ്ങനെ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, അതല്ലെങ്കിൽ അങ്ങനെ സാമ്പ്രദായികമായി ചെയ്യുന്നു എന്നതൊഴിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുകൊണ്ടോ നബി പറഞ്ഞതുകൊണ്ടോ ആണ് ഞാനത് ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പല ആളുകൾക്കുമുള്ളത്. ആ അവസ്ഥയിലേക്കാണ് മടങ്ങുന്നത് എങ്കിൽ നമ്മൾ തന്നെയാണ് വഴിപിഴച്ചവർ. അതുകൊണ്ട് ഇൽമിൻ്റെ വഴി അത് പ്രയാസത്തിൻ്റെ വഴിയാണ്,
അതുകൊണ്ട് തന്നെ ആ പ്രയാസത്തിൻ്റെ വഴിയായതുകൊണ്ട് കൃത്യമായ ക്ഷമയോടും മറ്റും മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇൽമ് നേടിയെടുക്കാൻ സാധിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ത്വാലിബുൽ ഇൽമുകൾ എന്നുള്ള നിലക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നല്ല കൂട്ടുകാർ നമുക്കുണ്ടാകണം. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവിനെ വർദ്ധിപ്പിച്ചു തരുന്ന കൂട്ടുകാരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ ചർച്ചകൾ ഇൽമിനെ കുറിച്ചാകണം, അറിവുകളെക്കുറിച്ചാകണം, മസ്അലകൾ ഹല്ല് ചെയ്യലാകണം നമ്മുടെ ചർച്ചകളുടെ ലക്ഷ്യം. അതല്ലാതെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന, സമയം നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ ഒരിക്കലും തന്നെ ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നത് ഈ രംഗത്ത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ദഅവ രംഗത്ത് സജീവമായിക്കൊണ്ടുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. കാരണം നമ്മൾ അറിഞ്ഞത് അത് നമുക്ക് അറിയുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയപ്പോൾ ആരുടെയൊക്കെയോ ചില പരിശ്രമങ്ങളാണ് നമ്മളൊക്കെ ഈ ഒരവസ്ഥയിലെത്തിയത് എങ്കിൽ നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലത്തിൽ യാതൊരു കുറവുമില്ലാതെ അവർക്കൊക്കെ ഇതിൽ ഒരു ഭാഗം ലഭിക്കുന്നു എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ പിറ്റേന്ന് വരാനിക്കുന്ന നമ്മുടെ ബർസഖിലും അതുപോലെ തന്നെ നമ്മുടെ പരലോക ജീവിതത്തിലുമൊക്കെ ധന്യത നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ഉപകാരപ്രദമായ അറിവ് കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിയ്യത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയാകേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തുടക്കത്തിലെ അഭിപ്രായ ഭിന്നതകളുടെ പിന്നാലെ പോയി അതിലെ ശരിയും തെറ്റും കണ്ടെത്തുക എന്ന ശ്രമത്തോടു കൂടിയാണ് പഠിക്കാനിരിക്കുന്നത് എങ്കിൽ പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അറിവ് നേടാൻ സാധിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വഹീഹായ നിലക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളും അത് ഒരു ഉസ്താദിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ ഒരു ഫന്ന് ആ ഉസ്താദിൽ നിന്ന് കൃത്യമായി കൊണ്ട് തന്നെ പഠിക്കുന്ന രീതിയും ഉണ്ടാകേണ്ടതുണ്ട്. മുതിർന്ന ഉസ്താദുമാരെ കയ്യിൽ നിന്നും നേരിട്ട് മതം പഠിച്ച ആളുകളിൽ നിന്നാകണം മതം എപ്പോഴും പഠിക്കേണ്ടത്. കാരണം ഈ സമൂഹത്തിൽ, വിശിഷ്യ മുസ്ലിം സമൂഹത്തിലുണ്ടായ ഫിത്നകൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പിഴച്ച വിഭാഗങ്ങളുടെ മുഴുവൻ ചരിത്രമെടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ ഇൽമിനെ സ്വീകരിച്ചിരുന്നത് അസാഗിർ അഥവാ ചെറിയ ആളുകളിൽ നിന്നായിരുന്നു. അവർ വലിയ ആളുകളെ ഉപേക്ഷിച്ച് അഥവാ മഹാപണ്ഡിതന്മാരെ ഉപേക്ഷിച്ച് ഇൽമില്ലാത്ത ആളുകളിൽ നിന്നും ഇൽമ് സ്വീകരിക്കുന്ന രംഗമുണ്ടായപ്പോഴാണ് ഇസ്ലാമിക ലോകത്ത് അവാന്തര വിഭാഗങ്ങൾ ഉടലെടുത്തത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഷയം അത് കൃത്യമായി ഒരു ഉസ്താദിൻ്റെ അടുത്തു നിന്നും പഠിച്ച, അദ്ദേഹത്തിൽ നിന്നും മുത്തഖിനായി അഥവാ ആ വിഷയത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ലാതെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന് വേണം ആ വിഷയം പഠിച്ചെടുക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനു പറ്റിയ ഉസ്താദുമാരാണ് നമ്മുടെ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതിനാൽ തന്നെ അവരുടെ ക്ലാസ്സുകൾ സശ്രദ്ധം വീക്ഷിച്ച് അതിൽ നിന്ന് എഴുതിയെടുക്കാനുള്ളത് എഴുതിയെടുത്തും മനഃപ്പാടമാക്കാനുള്ളത് മനഃപ്പാടമാക്കിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദർസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിപൂർണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുത്താലഅത്തുൽ കിതാബ്, പുസ്തകങ്ങളുടെ വായന എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആദ്യം ചെറിയ ചെറിയ കിതാബുകൾ, കുത്തൈബാത്തുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ മത്തിനുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിഫ്ളാക്കുന്നതോടുകൂടി തന്നെ നമ്മളത് വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല അങ്ങനെ കിതാബുകൾ വായിക്കുന്ന സമയത്ത് സ്വന്തം നിലയ്ക്ക് എന്തു മനസ്സിലായി അത് പറയുക എന്നതിലുപരി ആ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് അത് ആ വിഷയത്തിൽ കൃത്യമായി അറിവ് നേടിയ ആളുകളിൽ നിന്ന് സംശയങ്ങൾ ചോദിച്ചും ദൂരീകരിച്ചും ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിലൂടെ നമുക്ക് ഗുണപാഠമുണ്ടാവുകയുള്ളൂ, മാത്രമല്ല ഉപകാരമുണ്ടാവുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ വഴികേടിലേക്ക് പോകാൻ അത് കാരണമാകുമെന്നുള്ള വിഷയമാണ് നമ്മളെപ്പോഴും നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി നമ്മൾ കൃത്യമായി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം.
ഗുരുവിനെ ബഹുമാനിക്കാത്ത, ഉസ്താദുമാരെ ആദരിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൽമിൻ്റെ ബറക്കത്ത് നേടിയെടുക്കുവാൻ സാധിക്കയില്ല എന്നുള്ള കാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് ആ ഇൽമിനുള്ള ഷഹീദ്, സാക്ഷി നമ്മുടെ ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ ആ ഇൽമ് അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് കരഗതമായത് എങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ബഹുമാനവും ആദരവും നൽകുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ ഇൽമിലൂടെ നാം അമലാക്കേണ്ട ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് അറിവ് നേടിത്തരുന്ന ഉസ്താദുമാരായി സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കുവാനും അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യുവാനും ഒക്കെ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഖിദ്മത്ത് ചെയ്യുന്നത് നമ്മുടെ ഇൽമിനാണ്. ആ ഇൽമിൻ്റെ പ്രത്യേകതകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അങ്ങനെ ഇൽമ് നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തവാളു, വിനയമെന്നുള്ള സംഭവം ഉണ്ടായിത്തീരണം. ഒരിക്കലും തന്നെ വിനയമില്ലാതെ മറ്റേതെങ്കിലും തരത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് ഇൽമ് കൊണ്ട് നമുക്കുണ്ടാകുന്ന അപകടങ്ങളുടെ കൂട്ടത്തിലാണ് അതിനെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇൽമ് ലഭിക്കുന്നതോടുകൂടി ജഹില് അഥവാ വിവരക്കേടുകൾ നമ്മിൽ നിന്നും ഇല്ലാതെയാകേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇൽമ് നേടുമ്പോൾ അത് ബസീറത്ത് ലഭിക്കുവാനുള്ള വഴി അതുമാത്രമാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ ഇൽമ് നേടേണ്ടത്. അതുപോലെ തന്നെ തൊലബുൽ ഇൽമ് അഥവാ അറിവ് തേടിക്കൊണ്ടുള്ള യാത്രകളെന്ന് പറയുന്നത്, അറിവ് തേടിക്കൊണ്ടുള്ള സഞ്ചാരങ്ങളെന്ന് പറയുന്നത്, അറിവ് തേടിക്കൊണ്ടുള്ള ഓരോ വഴിയുമെന്ന് പറയുന്നത് അത് ജിഹാദാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ജിഹാദാണ് എന്നതുകൊണ്ട് തന്നെ ആ ജിഹാദിൻ്റെ രംഗത്ത് കൃത്യമായി ക്ഷമയോടെ സഹനത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇൽമ് നേടുക എന്നുള്ളത്, തൊലബുൽ ഇൽമെന്ന് പറയുന്നത് അത് ഇബാദത്താണ്. ഇബാദത്ത് എന്നതുകൊണ്ട് തന്നെ ആ ഇബാദത്തിൽ ഇഖ്ലാസും അതുപോലെ തന്നെ മുതാബഅത്തും അഥവാ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യലുമൊക്കെ നിർബന്ധമാണ് എന്നത് വീണ്ടും നമ്മൾ അത് തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ താലിബുൽ ഇൽമുകളെ സംബന്ധിച്ചിടത്തോളം സുനനുകൾ, നവാഫിലുകൾ, നിസ്കാരങ്ങളുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ സദഖകളുടെ കൂട്ടത്തിലും ഏതെല്ലാം രംഗത്ത് നവാഫിലുകളുണ്ടോ അത് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ദർസുകൾ നൽകുന്ന ഉസ്താദുമാർ നമ്മളോട് പറയുന്നത് കാണാം, ത്വാലിബുൽ ഇൽമിൻ്റെ കാലഘട്ടത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാത്തവൻ, അത്തരം ആളുകൾക്ക് ഇൽമ് ലഭിക്കുകയില്ല എന്നതാണ്. ഇൽമി എന്നുള്ളത് നൂറുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വെളിച്ചമാണ്. ഹൃദയത്തിൽ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന, ഹൃദയത്തിൽ വാശിയും അതുപോലെ തന്നെ ഹിസ്ബിയത്തും അതുപോലെ തന്നെ കുശുമ്പും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൽമ് നേടാൻ സാധിക്കുകയില്ല എന്നു മാത്രമല്ല, ലഭിച്ച ഇൽമ് തന്നെ അത് ഹിദായത്തിലേക്ക് നയിക്കുന്നതിന് പകരം ലലാലത്തിലേക്കായിരിക്കും അത് നമ്മെ കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു അത്തരം ആളുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേടിയെടുക്കുന്ന ഇൽമ് അത് നമ്മുടെ പരലോകത്തേക്ക് ഗുണം ചെയ്യുന്നതാകണമെന്ന ബോധത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മൾ ഓരോ ക്ലാസ്സുകളും കേൾക്കേണ്ടതും രേഖപ്പെടുത്തേണ്ടതും. അതിന് ശേഷം അതിനേക്കാൾ വലിയ കിതാബുകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുമെല്ലാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഇത് ഒരുക്കി തരുന്ന വിസ്ഡം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ സമയവും അതുപോലെ തന്നെ അധ്വാനവും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളാകണമെന്ന് നമ്മുടെ ഭാഗത്തു നിന്നും കൃത്യമായി പ്രാർത്ഥനയുണ്ടാകണം. പരസ്പരം പ്രാർത്ഥനയോടും ബഹുമാനത്തോടും കൂടി നമ്മൾ ഇത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇൽമ് നേടുന്നത് കൊണ്ടുള്ള മഹത്വവും അതിൻ്റെ ആസ്വാദനവും നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അത് ബോധ്യപ്പെടുന്നതോടുകൂടി ഈ രംഗത്ത് കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, ഈ രംഗത്ത് കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ആ രംഗത്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ സഹനത്തോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമൊക്കെയുള്ള മനസ്സ് നമുക്കുണ്ടാകുമെന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പ്രവാചകന്മാർക്കാണ്. ശേഷം ഈമാന് കൊണ്ട് അവരോട് അടുത്തു നിൽക്കുന്ന മഹാന്മാരായ ഇമാമുമാർക്കാണ്. അവരെല്ലാം ആ രംഗത്ത് പ്രയാസങ്ങൾ സഹിച്ചപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അവർ പഠിച്ചെടുത്ത കാര്യങ്ങൾ അവർ കൃത്യമായി ജീവിതത്തിൽ ക്ഷമയോടെ സഹനത്തോടെ അവർ നടപ്പിലാക്കിയപ്പോൾ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്നാണ്. അത്തരം ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ഇമാമുമാരും മറ്റുമൊക്കെ ഇൽമ് നേടുന്ന രംഗത്ത് സഹിച്ച ത്യാഗങ്ങളും സഹനങ്ങളും എല്ലാം ഈ പഠനത്തിനിടയിൽ നമ്മൾ വായിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ വിസ്ഡം ബുക്സ് ഇറക്കിയ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും സഹാബിമാരുടെ സഹചാരികളെന്ന് പറയുന്ന ആ പുസ്തകം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എഴുതിയിട്ടുള്ള പുസ്തകമൊക്കെ നമ്മൾ ഇൽമ് നേടുന്ന ആളുകൾ നിർബന്ധമായും വായിച്ചു നോക്കേണ്ട കാര്യമാണ്. മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്നുമൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അറിവ് നേടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുക തന്നെ ചെയ്യും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ഗ്രഹിക്കുക, കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.